ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തനി നാടൻ സ്റ്റൈലിൽ സിലോപ്പി മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 സിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വരട്ടെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, പകുതി സവാളയും ഒരു 5 ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറേശ്ശെ വീതം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 കഷ്ണം കൊടംപുളി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടിയിൽ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള, ചെറിയുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മീൻ കറി വെക്കാൻ ഏത് മീൻ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സിലോപ്പി എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചും ഇതുപോലെ കറി വെക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാടിട്ടങ്ങ് ഇളക്കരുത്, നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്കിതിൻ്റെ മുകളിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലോപ്പി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.